മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. വൈകിട്ട് ശരംകുത്തിയിൽ നിന്ന് ഘോഷയാത്ര സ്വീകരിച്ച് ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തേക്ക് എത്തിക്കും. വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സന്നിധാനത്തേക്ക് ഇന്ന് എത്തുകയാണ്. എങ്ങനെയാണ് തിരക്കുകൾ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അശ്വതി, സന്നിധാനം ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നാളെ മണ്ഡലപൂജ നടക്കും. ഇന്ന് അയ്യപ്പസ്വാമിക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്കാണ് സന്നിധാനം പോകുന്നത്. തങ്കയങ്കി ചാർത്തി ആ ദിവ്യരൂപം അയ്യപ്പസ്വാമിയെ ദർശിക്കുക ഭക്തർക്ക് ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. വർഷത്തിൽ ഒരിക്കൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. ഇന്ന് അത് വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര നിലയ്ക്കൽ എത്തും. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തും. പമ്പയിൽ വിശ്രമത്തിനു ശേഷം 3 മണിയോടുകൂടി സന്നിധാനത്തേക്ക് പുറപ്പെടും. വൈകിട്ട് 5:30 ശരംകുത്തിയിൽ ഘോഷയാത്ര എത്തും. ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ സ്വീകരണമുണ്ട്. ഔപചാരികമായിട്ടുള്ള സ്വീകരണം ശരംകുത്തിയിലാണ്. ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികളും മറ്റും ചേർന്നുകൊണ്ട് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചാനയിച്ച് സന്നിധാനത്തേക്ക് ദീപാരാധനയ്ക്ക് മുൻപായിട്ട് എത്തിക്കും. ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്ത് എത്തുന്ന ഘോഷയാത്ര തങ്കയങ്കി 18-ാം പടി കയറി സോപാനത്തിന് സമീപത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി സ്വീകരിച്ച് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്തും. പിന്നീടാണ് വൈകിട്ട് 6:30 പുണ്യദായകമായിട്ടുള്ള ഏറ്റവും ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷത്തിലേക്ക് സന്നിധാനം എത്തിക്കൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നത്. നാളെ രാവിലെ 10:10 11:30 ഇടയിലാണ് മണ്ഡലപൂജ മുഹൂർത്തം നടക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തങ്കയങ്കി ചാർത്തിയുള്ള പൂജ നടക്കും. നാളെ രാത്രി 7 മണിക്ക് നാളെ രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് സമാപനമാകും. ഈ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് നിലയ്ക്കൽ എത്തും. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തും. അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ നിലയ്ക്കലും പമ്പയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഭക്തരെ കടത്തിവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. രാവിലെ 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. പിന്നീട് തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയതിനു ശേഷമായിരിക്കും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഒപ്പം തന്നെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലും സ്പോട്ട് ബുക്കിങ്ങിലും ഇന്നും നാളെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് ഇന്നും നാളെയും 2000 ആക്കി കുറച്ചിട്ടുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് 30,000-ഉം നാളെ 35,000-ഉമായിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ 1,00,000-നടുത്ത് ഭക്തർ ദർശനം നടത്തി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 1,00,000-ഓളം ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. ഇന്ന് നിയന്ത്രണമുണ്ട്, നാളെയും നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിമിതപ്പെടുത്തിയ സംഖ്യയിലുള്ള വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് പ്രകാരമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുക. എന്തായാലും ശരണമന്ത്ര മുഖരിതമാണ് സന്നിധാനം. അയ്യപ്പസ്വാമിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ സമർപ്പിച്ച ആ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പ സ്വാമിയുടെ ആ ദിവ്യരൂപം ദർശിക്കുക എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഏറ്റവും ഭക്തിദായകമായിട്ടുള്ള ഒരു നിമിഷമാണ്. സന്നിധാനം ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന ദിവസങ്ങളിൽ ഒന്നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും ഒപ്പം മണ്ഡലപൂജയും. ഏറ്റവും ഭക്തിദായകമായിട്ടുള്ള ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്കാണ് സന്നിധാനം പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സന്നിധാനത്തെ എല്ലാ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളും പൂർത്തിയാക്കുന്നു. ഇന്ന് പതിവ് പൂജകളാണ് സന്നിധാനത്ത് നടക്കുന്നത്. രാവിലെ 3 മണിക്ക് നട തുറന്നു. 3:30 നെയ്യഭിഷേകം നടന്നു. നെയ്യഭിഷേക സമയക്രമത്തിലടക്കം ഇന്നും നാളെയും മാറ്റമുണ്ട്. ഇന്ന് രാവിലെ 10:30 വരെയാണ് നെയ്യഭിഷേകം ഭക്തർക്ക് നടത്താനാവുക. നാളെയും നെയ്യഭിഷേക സമയക്രമത്തിൽ മാറ്റമുണ്ട്. നാളെ രാവിലെ 9:30 വരെയാണ് ഭക്തർക്ക് നെയ്യഭിഷേകം നടത്താൻ സാധിക്കുക. എന്തായാലും മറ്റ് ചടങ്ങുകൾ പതിവ് പോലെ തന്നെ ഉണ്ടാകും. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നാളെ നടയടയ്ക്കുന്നതോടെ കൂടി മണ്ഡലകാലത്തിന് സമാപനം കുറിക്കുമ്പോൾ ഡിസംബർ 30-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് തീർത്ഥാടനത്തിന് വീണ്ടും നട തുറക്കുന്നത്. ജനുവരി 14 മകരവിളക്ക്. പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ അടുത്ത തീർത്ഥാടന ഘട്ടത്തിലേക്ക് ഈ തവണത്തെ തീർത്ഥാടനത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് സന്നിധാനം കിടക്കുകയാണ്. എന്തായാലും ഏറ്റവും ഭക്തിദായകമായിട്ടുള്ള ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് സന്നിധാനം കിടക്കുന്നു.
നടക്കുന്നു. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ തിരുവിതാംകൂർ രാജ്യവും ശബരിമലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ട്, അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കൽ, സ്മരിക്കൽ ഒക്കെ ആയിട്ട് ഈ ചടങ്ങുകൾ മാറുന്നു എന്നുള്ളതാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ചൊവ്വാഴ്ച പുറപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടന്നു വന്ന വഴിത്താരകളിലെല്ലാം ഭക്തർ ശരണമന്ത്ര മുഖരിതമായി സ്വീകരിച്ചാനയിച്ച് എല്ലാ വഴികളും ശബരിമല സന്നിധാനത്തേക്കുള്ള ശരണമന്ത്ര മുഖരിതമാക്കിക്കൊണ്ട് എത്തിച്ചേർന്ന തങ്കയങ്കി ഘോഷയാത്ര. വർഷത്തിൽ ഒരിക്കൽ ഈ തങ്കയങ്കി ഘോഷയാത്ര സ്വീകരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ വീടിന് മുൻപിലൂടെ, തങ്ങളുടെ പ്രദേശത്തു കൂടി, തങ്ങളുടെ ക്ഷേത്രത്തിന് ഒക്കെ ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുമ്പോൾ വളരെ ഭക്തിദായകമായിട്ടാണ്, ഏറ്റവും ഭക്തി പുരസ്സരമായിട്ടാണ് ഓരോ ഭക്തജനങ്ങളും തങ്കയങ്കി ഘോഷയാത്രയെ ഏറ്റുവാങ്ങുന്നത്, തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര, തങ്കയങ്കി ഒരു ദർശനം പുണ്യം നേടി തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഈ ചൊവ്വാഴ്ച മുതൽ ഡിസംബർ 23-ന് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ മുതലുള്ള നിമിഷങ്ങൾ. ഓരോ വഴിത്താരകളും ശരണമന്ത്ര മുഖരിതമായിരുന്നു. ഈ 3 ദിവസം ഡിസംബർ 23 മുതൽ ഇന്ന് വരെയുള്ള ഓരോ നിമിഷവും സന്നിധാനത്തേക്കുള്ള വഴിത്താരകളായി മാറുന്നു. ഓരോ വഴികളും ശരണമന്ത്ര മുഖരിതമായി മാറുന്നു, ഭക്തിദായകമായിട്ടുള്ള വഴിത്താരകളായി മാറുന്നു. അങ്ങനെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു വന്ന ഭക്തരുടെ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷത്തെ കാത്തിരിപ്പാണ് ഈ തങ്കയങ്കി ദർശനം, തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുമൊക്കെ ഉള്ളത്. മണ്ഡലകാലം ആരംഭിച്ച് പിന്നീട് ഈ തങ്കയങ്കി ഘോഷയാത്ര വരവേൽക്കുക, തങ്കയങ്കി ഘോഷയാത്രയെ എതിരേറ്റുകൊണ്ട് ഒരു ദർശനം പുണ്യം നേടുക എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ഈ വഴിത്താരകളിലുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാത്തിരിക്കുന്ന പുണ്യ നിമിഷമാണ്. ആ നിമിഷങ്ങളുടെയൊക്കെ ഒരു പരിസമാപ്തിയായി മാറുകയാണ് ഇന്ന് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോഴുള്ള ആ നിമിഷം. ശരണമന്ത്ര മുഖരിതമായി മാറും, ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങും, ഏറ്റവും ഭക്തിദായകമായിട്ടുള്ള നിമിഷമായി മാറും. ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഒരു പരിസമാപ്തിയായിട്ട് പുണ്യകരമായിട്ടുള്ള നിമിഷമായി ഈ ദിവസം മാറും. വൈകിട്ട് 6:30 ദീപാരാധന, ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷം. തങ്കയങ്കി ചാർത്തി ആ ദിവ്യരൂപം ദർശിക്കുക എന്നുള്ളത് ഓരോ ഭക്തനെ സംബന്ധിച്ചും ഏറ്റവും കാത്തിരിക്കുന്ന, ഏറ്റവും പുണ്യകരമായിട്ടുള്ള, ഏറ്റവും നിർവൃതി അടയുന്ന ഒരു നിമിഷമാണ്. ആ നിമിഷത്തിന് വേണ്ടിയുള്ള മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ് ഇനിയുള്ള ഓരോ നിമിഷവും എന്നുള്ളതാണ് ഇന്ന് മുഴുവൻ. ആ ഒരു നിമിഷത്തിന് വേണ്ടി വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പസ്വാമിയുടെ ആ ദിവ്യരൂപം ദർശിക്കുക എന്നുള്ളതായിരിക്കും ഇവിടെ ഉള്ള ഇന്ന് സന്നിധാനത്തെത്തുന്ന ഓരോ ഭക്തൻ്റെയും ആഗ്രഹം, ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥന. ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. നമുക്കിപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫ്ലൈ ഓവർ കടന്ന ഭക്തജനങ്ങൾ അയ്യപ്പ സോപാനത്തിന് ശ്രീകോവിലിൻ്റെ സമീപത്തേക്ക് എത്തുന്ന ദൃശ്യം. ഫ്ലൈ ഓവർ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. താഴെ നടപ്പന്തലും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. ഈ ഒരു മണ്ഡലകാല മുഴുവൻ ഭക്തജന പ്രവാഹമായിരുന്നു സന്നിധാനത്ത്. ഒരു ദിവസം മുഴുവൻ ഭക്തജനങ്ങളിൽ കുറവ് ഉണ്ടായിട്ടില്ല. ഭക്തജന പ്രവാഹം, നിലയ്ക്കാത്ത പ്രവാഹം എന്ന് പറയാവുന്ന സാഹചര്യം തന്നെയായിരുന്നു ഈ മണ്ഡലകാല തീർത്ഥാടന കാലത്ത് ഒരു മാസം മുഴുവൻ സന്നിധാനത്ത് നിന്നും നമ്മൾ കണ്ടത്. മണ്ഡലകാലം തുടങ്ങിയ ആ നാൾ മുതൽ, ആ മണിക്കൂർ മുതൽ ഇടമുറിയാതെ ഭക്തജനങ്ങൾ അയ്യപ്പ സന്നിധിയിലേക്ക് ഒഴുകി എത്തുകയായിരുന്നു. എല്ലാ ദിവസവും 80,000-ന് മുകളിലേക്ക് ഭക്തജന തിരക്ക് ഉണ്ടായി. ശരാശരി 80,000-ന് മുകളിൽ ഭക്തർ ഈ ഒരു മാസം ഓരോ ദിവസവും ദർശനം നടത്തി. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതലായി മുൻ വർഷത്തേക്കാളൊക്കെ കൂടുതലായി എത്തിയ ഒരു വർഷമായിരുന്നു. കാനനപാതകളിലൂടെ പരമ്പരാഗതമായി എത്തുന്നതിന് വേണ്ടി കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് ഇത്തവണ എത്തി. അയൽ സംസ്ഥാന ഭക്തജനങ്ങളും മലയാളികളെക്കാൾ കൂടുതൽ കാനനപാതകളിലൂടെ ഇത്തവണ സന്നിധാനത്തേക്ക് എത്തി. സത്രം പുൽമേട് പാത, പമ്പ അഴുതക്കടവ് പാത തുടങ്ങിയ പാതകളിലൂടെയൊക്കെ ധാരാളം ഭക്തജനങ്ങൾ മുൻ വർഷത്തെ ഇരട്ടിയായി ഭക്തജനങ്ങൾ ഇത്തവണ സന്നിധാനത്തേക്ക് എത്തി എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലത്തെ പ്രത്യേകത. സാധാരണ മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് എല്ലാ വർഷവും അനുഭവപ്പെടുന്നതെങ്കിൽ ഇത്തവണ ഈ മണ്ഡലകാല ആരംഭിച്ചപ്പോൾ മുതൽ ഏറ്റവും ആദ്യ ദിവസം മുതൽ തന്നെ വലിയ തിരക്ക് സന്നിധാനത്തേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും തിരക്ക് എല്ലാ ദിവസവും കണ്ട ഒരു തീർത്ഥാടന കാലം, ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയ ഒരു തീർത്ഥാടന കാലം. ഭക്തജനങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ഇടമുറിയാതെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയ ഒരു തീർത്ഥാടന കാലം, ഒരു മണ്ഡലകാലം. ആ മണ്ഡലകാലത്തിനാണ് ആ വിശുദ്ധിയുടെ വ്രതശുദ്ധിയുടെ ആ മണ്ഡലകാല തീർത്ഥാടനത്തിനാണ് നാളെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് നാളെ മണ്ഡലപൂജ നടക്കുന്നതോടുകൂടി സമാപനമാകും. രാവിലെ 10:10-നും 11:30-നും ഇടയിൽ പുണ്യകരമായിട്ടുള്ള ഏറ്റവും ഭക്തിദായകമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ മണ്ഡലപൂജ നടക്കുന്നത് നാളെ രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള ആ മുഹൂർത്തത്തിലാണ്.
അയ്യപ്പസ്വാമിക്ക് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള മണ്ഡലപൂജ നാളെ രാവിലെ 10:10-നും 11:30-നും ഇടയിൽ നടക്കും. പിന്നീട് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇതോടുകൂടി ആ തീർത്ഥാടനം മണ്ഡലകാലം 41 ദിവസത്തെ ആ പുണ്യകരമായിട്ടുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ട് മനസ്സും ശരീരവും അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച 41 ദിവസം എല്ലാ വഴിത്താരകളും എല്ലാ ഭവനങ്ങളും അയ്യപ്പസ്വാമിയുടെ ശരണമന്ത്രം മുഖരിതമായി മാറിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർവൃതി നൽകുന്ന ഒരു 41 ദിവസക്കാലം ഭക്തരുടെ ആത്മനിർവൃത്തിയുടെ ദിവസങ്ങളായിരുന്നു. ശരീരവും മനസ്സും അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് നാളെ രാവിലെ 10:10-നും 11:30-നും ഇടയിൽ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പസ്വാമിക്ക് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള മണ്ഡലപൂജ നടക്കുന്നത്. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഈ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകുന്നു. ഡിസംബർ 30 വരെയുള്ള ആ ഒരു ദിവസത്തിന്റെ കാത്തിരിപ്പ് ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി നട തുറക്കും. ജനുവരി 14-ന് മകരവിളക്ക്. എന്തായാലും വലിയ തിരക്കിൻ്റെ മണിക്കൂറുകൾ മാത്രം സാക്ഷ്യം വഹിച്ച മണ്ഡലകാലം ആ തിരക്കിന് മാറ്റമില്ല എന്നുള്ളതാണ് ഈ ദിവസവും ഏറ്റവും പുണ്യകരമായിട്ടുള്ള ദിവസങ്ങളിലേക്ക് നിമിഷങ്ങളിലേക്ക് സന്നിധാനം കിടക്കുമ്പോൾ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് വൈകിട്ട് നടക്കും. വൈകിട്ട് ശരംകുത്തിയിൽ നിന്ന് ഘോഷയാത്ര സ്വീകരിച്ച് ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തേക്ക് എത്തിക്കും. വൈകിട്ട് 6:30-യോടെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.